ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മധ്യമേഖല വികസന ജാഥ ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ ആരംഭിക്കുകയുണ്ടായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു. 3 മേഖലയായിട്ടാണ് ഈ ജാഥകൾ നടക്കുന്നത്. തെക്കൻ മേഖലയും വടക്കൻ മേഖലയുമായിട്ട് ഈ കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലത്തിൽ കൂടെയും ഈ ജാഥകൾ കടന്നു പോവുകയാണ്. ഇന്നലെ നടന്ന യോഗങ്ങൾ പത്തനംതിട്ടയിൽ ആറന്മുളയിലും അതോടൊപ്പം റാന്നിയിലും അതുകൂടാതെ കോന്നിയിലുമാണ്. ഇന്ന് നടക്കാൻ പോകുന്നത് ഈ ജില്ലയിൽ അടൂരും തിരുവല്ലയിലും, അതിനുശേഷം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ കടന്ന് ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലും കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ സമാപനമാണ്. നമുക്ക് ഇപ്പോൾ പൗരപ്രമുഖരുടെ യോഗം കഴിഞ്ഞു. നമുക്ക് കാണുവാൻ കഴിയുന്നത് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ, ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ 140 നിയമസഭാ മണ്ഡലത്തിൽ കൂടെ കടന്നുപോയി. അവിടെ യോഗങ്ങൾ നടത്തി, പൗരപ്രമുഖരെ കണ്ടിരുന്നു. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക് കടന്നു വന്നു 2016. അന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 98% പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. പക്ഷെ ആ 5 വർഷം എന്ന് പറയുന്നത് ഏറ്റവും സൗകര്യമുള്ള സാഹചര്യമുള്ള ഒരു ഘട്ടമല്ലായിരുന്നു. അതിനകത്ത് നമുക്കറിയാവുന്ന പോലെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രളയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കോവിഡ് വന്നു, നിപ്പ വന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് കലാമിറ്റീസ് വന്ന ഒരു സാഹചര്യം. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ച് ജനങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കുകയും ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് അതിനുശേഷം 2021 വീണ്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും അവതരിപ്പിക്കുകയും ഇതുപോലെ യോഗങ്ങൾ കൂടി പൗരപ്രമുഖരെ കാണുകയും ജനങ്ങളെ കാണുകയും ജനസമ്പർക്ക പരിപാടി ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോയി. ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണത്തിലേക്ക് ഇടതുപക്ഷം വീണ്ടും ഭരണത്തിൽ വന്നു. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോഴും നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഏതാണ്ട് 96% പറഞ്ഞ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി. മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾക്ക് ഇനി കേരളം എങ്ങനെയായിരിക്കണം, എങ്ങനെ കുതിച്ച് മുന്നോട്ട് പുരോഗതിയിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയണം, ഇപ്പോൾ ഉള്ള ഒരു ജനതയ്ക്ക് മാത്രമല്ല ഇനി ജനിക്കാൻ പോകുന്ന ഭാവി തലമുറയ്ക്കും കേരളത്തിന് വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇന്ന് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തിയാൽ എത്രയോ വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഒറ്റ വികസന പദ്ധതികളിൽ പോലും അവർ സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ആ വികസന പദ്ധതികളെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു തീസിസ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ
ഏറ്റവും അതിൻ്റെ ഗുണഭോക്താക്കളായി ഇവിടുത്തെ കേരള ജനത മുഴുവനുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അവരും പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കൂടെ നിൽക്കുന്നവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാര്യം, ഈ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒരു കാര്യമുള്ള, കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിക്കുക അല്ലേ? അത് വളരെ വ്യക്തമാണല്ലോ. ഇവിടെയുള്ള ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും എന്താണ് കേന്ദ്രം നമ്മളോട് ചെയ്യുന്നത്? സാമ്പത്തികമായി ഞെരുക്കം രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെതിരെ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ കേന്ദ്രത്തിൽ ഒരു സമരം നടത്തി. ആ സമരം നടത്തിയപ്പോൾ മുഴുവൻ ഇടതുപക്ഷം വലതുപക്ഷം എല്ലാവരെയും MLA-മാരെയും മുഴുവൻ അവിടെ ക്ഷണിച്ചു. അവിടെ ആ സമരം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് പോയി സമരം നടത്തുന്നത് ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ്. എന്തിനു വേണ്ടിയാ? ഞങ്ങൾക്ക് അർഹതപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം എന്ന് പറയാനായിട്ടാണ്. പക്ഷെ അവിടെ ആ സമരത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു കേരളത്തിന് വേണ്ടിയാണ്, ഇടതുപക്ഷത്തിന് വേണ്ടിയല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ ഒരു തരത്തിലുള്ള ഒരു സഹകരണം കോൺഗ്രസ് പാർട്ടിന്നോ UDF-നോ കണ്ടില്ല. പക്ഷെ ഞാൻ പാർലമെന്റിൽ കാണുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ ആ അനുഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളെടുത്ത് തമിഴ്നാട് എടുത്ത് നോക്കുക. തമിഴ്നാടിൻ്റെ മക്കൾക്കുണ്ടാകുന്ന ഒരു വിഷയം വരുമ്പോൾ ആ DMK ആണോ ADMK ആണോ എന്ന് നോക്കാതെ ഒരുമിച്ച് നിന്ന് നേടിയെടുക്കുന്ന ഒരു അനുഭവം തൊട്ടടുത്ത അയൽവക്കത്ത് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അതിവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിൻ്റെ വികസന പദ്ധതികൾ അത് നടത്തുമ്പോൾ ഈ വികസന പദ്ധതികൾ ഏതെങ്കിലും അവർ പറയട്ടെ ഇത് നടത്താൻ പാടില്ല, ഇത് വേസ്റ്റ് ഓഫ് മണിയാണ് എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ പറ്റുമോ? ഈ നടത്തിയത് ഏത് വികസന പദ്ധതികളാണെങ്കിലും നടത്തിയത് ഇന്ന് ഏറ്റവും പ്രയോജനവും പ്രയോറിറ്റിയും വെച്ചുകൊണ്ട് മാത്രമാണ്. പരിമിതികൾ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ പോലും ഒരു പദ്ധതിയും മാറ്റിവെക്കാതെ ഇന്ന് തനതായ വരുമാനം ഏറ്റെടുപ്പിച്ചുകൊണ്ട് അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യക്ഷമതയോടുകൂടി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ആണ് നമ്മൾ പണം കണ്ടെത്തി ഈ പദ്ധതി നടപ്പിലാക്കി. എന്നാൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചോളം വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിച്ച് കേരളം നഷ്ടപ്പെട്ടോട്ടെ, കേരളത്തിൻ്റെ ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഭരണം കയ്യിലാക്കണം, അതിനേത് വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ച് ഈ കേരളത്തിൻ്റെ സമാധാനം തകർക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഉള്ള ഒരു മുന്നണിക്ക് ഭരണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വയനാട്ടിൻ്റെ വിഷയം വന്നു. ആ വയനാട്ടിലെ വിഷയം വന്നപ്പോൾ നമ്മൾ 2221 കോടി രൂപ ചോദിച്ചപ്പോൾ കേന്ദ്രത്തിനോട് ചോദിച്ചത്, അവിടെ നമുക്ക് കിട്ടിയത് ഏതാണ്ട് 220 കോടി രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ സമയക്കുറവ് അതിൽ ആസാമിന് കൊടുത്തതും ജാർഖണ്ഡിന് കൊടുത്തതും അതോടൊപ്പം തന്നെ മറ്റ് ഹിമാചൽ പ്രദേശ് 1000, 1500, 2000 കോടി രൂപയാണ്. ഇവിടെ 500, 600 പേര് ഇന്ന് മരണമടഞ്ഞ് ഒക്കെ പോയ ആ വയനാട്ടിൽ വാസ്തവത്തിൽ അവിടെയും ഒരു പദ്ധതി നടപ്പിലാക്കാൻ കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തു. പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കിയോ എന്നുള്ളത് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തട്ടെ. പക്ഷെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ആ പദ്ധതി ഇന്ന് ഭവനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏതൊക്കെയാലും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരേ ഒരു പ്രയോറിറ്റിയുള്ളൂ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ പത്തനംതിട്ടയിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം, ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ചെറിയൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ഷേമ പെൻഷൻ 2000 രൂപ ആക്കിയിട്ടുണ്ട്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആകെ 5200, പത്തനംതിട്ട മുനിസിപ്പാലിറ്റി 5269. ഞാൻ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റക്കുറവുണ്ടാകാം. ഒരു മാസം ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുന്ന 1,05,00,000 രൂപയാണ്. അത് ഒരു വർഷം 12,64,00,000 ക്ഷേമ പെൻഷനായിട്ട് തന്നെ കൊടുക്കുകയാണ്. 5 വർഷം നമ്മളങ്ങനെ കൊടുക്കുമ്പോൾ
63,22,00,000 രൂപയാണ്. ഞാൻ ഇവിടെ എത്ര മണ്ഡലമാണ് ഈ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്താണുള്ളത്? ഞാൻ 10 എടുക്കുന്നുള്ളൂ, കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ 630 കോടി രൂപയാണ് നമ്മൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ഞാൻ നിസ്സാരമല്ലല്ലോ. ഇത്രയും ആളുകൾ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. കോൺഗ്രസ് പറയട്ടെ ഇത് വേണ്ട, 1600 1600 കൂട്ടണ്ട, അവർ പറയുമോ? അല്ലെങ്കിൽ 2000 ആക്കണ്ട എന്ന് അവർ പറയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഏറ്റവും വീട്ടുമുറ്റത്തേക്ക് നമുക്ക് വികസനം കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രയാണം ഇന്ന് മുഴുവൻ കേരള സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിൽ പോകും. അതിന് നമ്മുടെ ആളുകളുടെ, സാധാരണക്കാരുടെ, ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്.